കെ ഷുക്കൂർ വീണ്ടും ചേരുന്നുണ്ട്. ഷുക്കൂർ, മത്സ്യത്തൊഴിലാളികളുടെ സംഘടനാ നേതാവാണ് ഈ തരത്തിൽ ഇപ്പോഴുമുള്ള ആശങ്കകൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നത്. സർക്കാർ ഇപ്പോൾ കേസെടുത്തതിന്റെ പിന്നിൽ പോലും മറ്റു പല കളികളുമാണ് എന്നാണ് പറയുന്നത്. CITUവിന്റെ നേതാവാണ് കേസ് കൊടുത്തിരിക്കുന്നത്. അതുകൂടി പരിശോധിക്കപ്പെടുന്ന ഒരു സാഹചര്യമല്ലേ? തീർച്ചയായിട്ടും വളരെ സമ്പന്നമായ ഒരു മത്സ്യസമ്പത്തുള്ള ഒരു സ്ഥലത്താണ് മെയ് 24-ന് ഈ കപ്പൽ മുങ്ങുന്നത്. ഉടൻ തന്നെ ഈ അപകടകരമായ രാസവസ്തുക്കൾ ഈ കപ്പലിലുണ്ട് എന്ന വിവരം പുറത്തു വരുന്നു. മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശം പോകുന്നു. ഒപ്പം തന്നെ മത്സ്യബന്ധനത്തിന് വലിയ നിയന്ത്രണം വരുന്നു. ഈ തീരത്ത് താമസിക്കുന്ന മത്സ്യത്തൊഴിലാളികൾ അടക്കമുള്ളവർക്ക് വലിയ ആശങ്കയുണ്ടാകുന്നു. എന്നാൽ ആ ഒരു ആശങ്ക ആ അർത്ഥത്തിൽ സംസ്ഥാന സർക്കാരോ മറ്റ് ഏജൻസികളോ ഉൾക്കൊണ്ടു എന്ന് പറയാനാകില്ല. ഈ മത്സ്യത്തൊഴിലാളികൾക്ക് ഭീതി ഏറ്റുന്ന വിവരങ്ങളാണ് പിന്നീട് പുറത്തു വന്നത്. തീരത്ത് ഇറങ്ങുകയോ ഒപ്പം കടലിലെ വെള്ളം ഏതെങ്കിലും തരത്തിൽ ഉപയോഗിക്കുകയോ മറ്റോ ചെയ്യാൻ പാടില്ല എന്ന് വന്നു. പിന്നീട് 2 ദിവസത്തിനകം ഏതാണ്ട് 50-ലധികം കണ്ടെയ്നറുകൾ കരുനാഗപ്പള്ളി മുതൽ തിരുവനന്തപുരം വരെയുള്ള തീരങ്ങളിൽ അടിയുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായി. അത് വലിയ ആശങ്കയാണ് ഉണ്ടാക്കിയത്. ഒപ്പം തന്നെ ഈ കപ്പലിലെ 643 കണ്ടെയ്നറുകളിൽ 100 എണ്ണമാണ് കടലിൽ വീണത്. ബാക്കിയെല്ലാം മുങ്ങിപ്പോയി. 73 എണ്ണത്തിൽ, ഈ മുങ്ങിയ കണ്ടെയ്നറുകളിൽ 73 എണ്ണത്തിൽ കാൽസ്യം കാർബൈഡ് അടക്കമുള്ള അപകടകരമായ രാസവസ്തുക്കൾ ഉണ്ടായിരുന്നു. ഇത് ഏതെങ്കിലും തരത്തിൽ കടലിൽ കലരുകയോ തീരദേശത്ത് വന്ന് അത് തുറക്കുകയോ ചെയ്താൽ അപകടകരമായ ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന ഒരു മുന്നറിയിപ്പ് നിരന്തരം വന്നുകൊണ്ടിരുന്നത് തീരദേശ മേഖലയിൽ ചെറുതല്ലാത്ത ആശങ്ക പരത്തി. അതിനെ ആ അർത്ഥത്തിൽ അഭിസംബോധന ചെയ്യാൻ സംസ്ഥാന സർക്കാരോ മറ്റ് ഏജൻസികളോ തയ്യാറായില്ല എന്നൊരു വിമർശനം വലിയ തോതിൽ മത്സ്യത്തൊഴിലാളികൾ ഉയർത്തി. അതിനെ തുടർന്ന് വലിയ പ്രതിഷേധം മത്സ്യമേഖലയിൽ ഉണ്ടായി. ചാൾസ് ജോർജ് അടക്കമുള്ളവർ മാത്രമല്ല, ഒപ്പം തന്നെ ലത്തീൻ സഭയും, അത് മത്സ്യത്തൊഴിലാളികൾ ഏറെയുള്ള ആ സമൂഹത്തിന്റെ ലത്തീൻ സഭയും ഈ ഒരു വിമർശനവുമായി രംഗത്ത് വന്ന് എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല എന്നൊരു ചോദ്യം അവർ വളരെ സജീവമായി തന്നെ ഉയർത്തി. അത് നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരു ഘട്ടത്തിൽ പ്രതിപക്ഷ പാർട്ടികളും അത് ഏറ്റെടുത്തു. ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. എങ്കിൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ MSC Elsa 3 എന്ന കപ്പൽ മുങ്ങിയതിന് ശേഷമുള്ള ആശങ്ക ഇപ്പോഴും ഒഴിഞ്ഞിട്ടില്ല. രണ്ടാമത്തെ ഒരു അപകടമുണ്ടായി. അതിലെ രക്ഷാപ്രവർത്തനം തുടരുമ്പോഴും ആദ്യ അപകടത്തിന്റെ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. കടലിൽ മുങ്ങിയ ഈ കപ്പലിൽ നിന്നും ലൂബ്രിക്കൻസ് ഓയിലും മറ്റതിന്റെ ടാങ്കറുകളിൽ നിന്നുള്ള ഇന്ധന ടാങ്കിൽ നിന്നുള്ള ഓയിലും എല്ലാം മാറ്റാനുള്ള പരിശ്രമം തുടരുകയാണ്. ഒപ്പം തന്നെ ജൂലൈ 3-നകം പ്രധാനപ്പെട്ട രക്ഷാപ്രവർത്തനം പൂർത്തിയാക്കുമെന്ന ഒരു അറിയിപ്പ് മാത്രമാണ് നിലവിൽ സർക്കാരും ഏജൻസികളുമെല്ലാം നൽകിയിട്ടുള്ളത്.